إن الحمد لله نحمده تعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الكلام كلام الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു ദിവസം മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ഓല മേഞ്ഞ ആ പള്ളിയിൽ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നിൽ മഗ്രിബ് നിസ്കരിച്ചു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹുജ്റയിലേക്ക് മടങ്ങി. ഞങ്ങളവിടെ തന്നെ ഇരുന്നു. ഞങ്ങളിൽ ചിലർ പറഞ്ഞു, ഇശാ വരെ നമുക്കിവിടെ തന്നെ ഇരിക്കാം, എന്തിനാണ് മസ്ജിദിൽ തന്നെ ഇരുന്ന് ദിക്റൊക്കെ ചൊല്ലി ഇബാദത്തൊക്കെ ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കാം, പുറത്തു പോകണ്ട, നല്ലൊരു തീരുമാനം. സ്വഹാബത്ത് അവിടെ തന്നെ ഇരുന്നു. ഇശാ നിസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് വന്നപ്പോൾ അവരെ കാണാൻ എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് പറ്റി, എന്താണ്, നിങ്ങളാരും പോയില്ലേ, ഇവിടെ തന്നെയാണോ? സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചതാണ്, ഞങ്ങളങ്ങനെ തീരുമാനിച്ചതാണ്, കാരണം ഇബാദത്തൊക്കെ ചെയ്ത് കഴിഞ്ഞുകൂടാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സൻതും, നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്, അസബ്തും, വളരെ ശരിയായ കാര്യമാണ് ചെയ്തത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം മൗനിയായി ഇരുന്ന ശേഷം ആകാശത്തേക്ക് നോക്കി. ആകാശത്ത് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, അന്നുജൂമു അമനതുൻ ലിസ്സമാ, രാത്രിയാണ് അല്ലേ. മുകളിലേക്ക് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ രീതിയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് നോക്കും. ഒന്ന്, ആകാശത്തുള്ള റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കാണാൻ വേണ്ടിയാണ്. രണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, അന്നുജൂമു അമനതുസ്സമാ, ആകാശത്തിൻ്റെ സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ. ആകാശത്ത് പിശാചുക്കൾ, മലക്കുകളുടെ വർത്തമാനം കട്ടുകേൾക്കാൻ വരുന്നതിനെ തടയാൻ അള്ളാഹു നക്ഷത്രങ്ങളെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആകാശത്തിൻ്റെ സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ. ഫഇദാ ദഹബത്തിൻ നുജൂം അതസ്സമാഅ മാ തുഅദ്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണ് കഴിഞ്ഞാൽ, ഇല്ലാതായി കഴിഞ്ഞാൽ, ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള അതിൻ്റെ നാശം, അത് തകരുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരും. വഅന അമനതുൻ ലി അസ്ഹാബി, അതുപോലെ ഞാൻ എൻ്റെ സ്വഹാബത്തിൻ്റെ സംരക്ഷണമാണ്. ഫഇദാ ദഹബ്തു, ഞാൻ മരണപ്പെട്ടു പോയാൽ, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ, അതാ അസ്ഹാബി മാ യുഅദൂൻ, എൻ്റെ സ്വഹാബത്തിനിടയിൽ അവർക്ക് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടിട്ടുള്ള, അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള ചില പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിത്തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഅസ്ഹാബി അമനതുൻ ലി ഉമ്മതി, എൻ്റെ സ്വഹാബത്ത് എൻ്റെ ഉമ്മത്തിന് ഒന്നടങ്കം സുരക്ഷാ കവചമാണ്, സംരക്ഷണമാണ്. ഫഇദാ ദഹബ അസ്ഹാബി, സ്വഹാബത്ത് പോയി കഴിഞ്ഞാൽ, അവർ ഇല്ലാതായി കഴിഞ്ഞാൽ, അതാ ഉമ്മതി മാ യുഅദൂൻ, എൻ്റെ ഉമ്മത്തിനെ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വലിയ പരീക്ഷണങ്ങൾ, കുഴപ്പങ്ങൾ അവർക്കിടയിൽ സംഭവിക്കും എന്ന് റസൂൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ മസ്ജിദുൻ നബവിയിൽ വെച്ച് തൻ്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സ്വഹാബത്ത് നമ്മുടെ സംരക്ഷണ വാതിലാണ്. ആരുടെ ഖൽബിൽ നിന്നാണോ സ്വഹാബത്തിനോടുള്ള സ്നേഹം, അവരോടുള്ള ബഹുമാനം, അവരോടുള്ള ഇത്തിബാ നഷ്ടപ്പെടുന്നത്, അവൻ്റെ ഖൽബിൽ നിന്നും ഈമാനിൻ്റെ കണികകൾ ഒന്നൊന്നായി നഷ്ടപ്പെടാൻ ആരംഭിക്കും. ആരാണോ സ്വഹാബത്തിനെ കുറിച്ച് മോശമായി സംസാരിക്കുകയും മോശമായി വിചാരം വെച്ച് പുലർത്തുകയും മോശമായ പെരുമാറ്റം നടത്തുകയും ചെയ്യുന്നത്, അവൻ്റെ ഖൽബിൽ ഈമാനിൻ്റെ കണിക ബാക്കിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ദീനിൻ്റെ സംരക്ഷണം നിലകൊള്ളുന്നത് സ്വഹാബത്തിനോടുള്ള നമ്മുടെ നിലപാടനുസരിച്ചാണ്. അഹ്ലുസുന്ന വൽ ജമാഅ അതിൻ്റെ അഖീദ പഠിപ്പിക്കുന്ന എല്ലാ കിതാബുകളും, അതിൻ്റെ മൻഹജ് പഠിപ്പിക്കുന്ന കിതാബുകൾ, ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സലഫു സാലിഹീങ്ങൾ മുതൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും സ്വഹാബത്തിൻ്റെ മഹത്വവും അതിനോടുള്ള അഹ്ലുസുന്നയുടെ നിലപാടും വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ അശൈബാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന് പ്രത്യേകമായി ഫദായിലു സഹാബത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന കിതാബുണ്ട്. അതുപോലെ ധാരാളം മുൻഗാമികളായ പണ്ഡിതന്മാർ രചിച്ച കിതാബുകളിൽ, ഹദീസിൻ്റെ മുസ്നദുകളിൽ, അതുപോലെ തന്നെ സിഹാഹുകളിൽ അധ്യായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഫദായിലു സഹാബത്തിൻ്റെ മഹത്വം, ഓരോ സഹാബിയുടെയും പേരെടുത്ത് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ നമുക്ക് കാണാം, അല്ലേ? പിന്നെ ഫദ്ലു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹത്വം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം എന്നിങ്ങനെ അധ്യായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അഹ്ലുസുന്നയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആദർശങ്ങളിൽ ഒന്നാണ് സ്വഹാബത്തിനോട് എല്ലാ കാര്യങ്ങളിലും ശരിയായ നിലപാട് ഉണ്ടായിത്തീരുക എന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹ്, അല്ലാഹുവേ ശത്രുക്കളിൽ നിന്ന് അല്ലാഹു തന്നെ മതി താങ്കൾക്ക് രക്ഷ നേടാൻ, ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സമാധാനം കിട്ടാൻ അല്ലാഹു തന്നെ താങ്കൾക്ക് മതിയായതാണ്. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, അതോടൊപ്പം അല്ലാഹുവിൻ്റെ ആത്മീയമായ സഹായത്തോടൊപ്പം ഭൗതികമായി താങ്കളെ സഹായിക്കാനും താങ്കളെ സംരക്ഷിക്കാനും വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, താങ്കളെ പിന്തുടർന്നു വന്നിട്ടുള്ള താങ്കളുടെ അനുയായികളായ സ്വഹാബത്തും താങ്കൾക്ക് മതി എന്നുള്ള പറയാൻ. ഇത്രയും വലിയ സ്ഥാനം വേറെന്താ വേണ്ടത്? റസൂലുള്ളാഹി പറയാൻ, താങ്കളെ സംരക്ഷിക്കാൻ ഞാൻ തന്നെ മതിയായവനാണ്. അതോടൊപ്പം ഭൗതികമായ സഹായങ്ങൾക്കും സംരക്ഷണത്തിനും താങ്കളുടെ സ്വഹാബത്ത് താങ്കൾക്ക് മതിയായതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. അപ്പം അത്രയും ഉന്നതരായ സ്വഹാബത്തിനെ കുറിച്ച്, അവരെ കുറിച്ചുള്ള നിലപാട് വളരെയധികം പവിത്രവും ഉന്നതവുമായിരിക്കണം നമ്മുടെ മനസ്സുകളിലും പ്രവൃത്തികളിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സഹായം കൊണ്ട് താങ്കളെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. വബിൽ മുഅ്മിനീൻ, സ്വഹാബത്തിൻ്റെ സഹായം കൊണ്ടും അള്ളാഹു റസൂലുള്ളാഹിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹു ഈ ദീനിനെ സംരക്ഷിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ സംരക്ഷിക്കാൻ തെരഞ്ഞെടുത്തവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തിനോടുള്ള നിലപാടിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അവൻ്റെ വിശ്വാസത്തെ, അവൻ്റെ അഖീദയെ, അവൻ്റെ മൻഹജിനെ, അവൻ്റെ ദീനിനെ തന്നെയാണ് അവൻ യഥാർത്ഥത്തിൽ വെള്ളം ചേർത്ത് ഇല്ലാതാക്കി കളയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന സ്വഹാബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര ആയത്തുകളിലാണ്, എത്രയെത്ര സ്ഥലങ്ങളിലാണ് അവരുടെ മഹത്വവും അവരെക്കുറിച്ചുള്ള മഹനീയമായ അള്ളാഹുവിൻ്റെ വാക്കുകളും എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാറുകളെ കുറിച്ച് പറഞ്ഞു, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാൻ, തങ്ങളിലേക്ക് കടന്നു വന്ന മുഹാജിറുകൾക്ക് വേണ്ടി അവരുടെ വീടുകളും ഈമാനും ഒക്കെ ഒരുക്കി തയ്യാറാക്കി വെച്ച അൻസാറുകൾ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം,
തങ്ങളിലേക്ക് വീടും നാടും കുടുംബവും വിട്ട് ഹിജ്റ ചെയ്ത് പലായനം ചെയ്തു വരുന്ന സഹാബത്തിന് വേണ്ടി അവരെ സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി യാതൊരു മനപ്രയാസവും ഇല്ലാതെ സ്വീകരിക്കുകയും തങ്ങളുടെ വീടും സമ്പത്തും എല്ലാ സൗകര്യങ്ങളും പകുത്തു നൽകുകയും ചെയ്ത മഹാരഥന്മാരായ അൻസാറുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു. അവരുടെ കൽബിൽ തങ്ങളുടെ സഹോദരങ്ങളായ മുഹാജിറുകൾക്ക് വേണ്ടി കൊടുത്തതിനെ കുറിച്ച് അവർക്ക് ഒരു വിഷമവുമില്ല, അതെനിക്ക് വേണം എന്ന തോന്നൽ പോലുമില്ല. അങ്ങനെ യാതൊരു പ്രയാസവും ഇല്ലാതെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാം പകുത്തു നൽകിയ അൻസാറുകൾ. അല്ലാഹു അക്ബർ. തങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ പോലും, തങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും അതിനെ പകുത്ത് മുഹാജിറുകളെ സഹായിച്ചവർ. അല്ലാഹു അക്ബർ. മുഹാജിറുകളാകട്ടെ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം, തങ്ങളുടെ വീടുകളിൽ നിന്നും തങ്ങളുടെ സമ്പത്തുക്കളിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ, അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി നാട് വിട്ട് ഓടേണ്ടി വന്നവർ. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്, റബ്ബിന്റെ ഔദാര്യം മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട്, വരിദ്വാന, റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, വയൻസുറൂന അല്ലാഹ വറസൂലഹ്, അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും അവർ സഹായിക്കുന്നു. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാകുന്നു സത്യസന്ധർ. ഇതൊക്കെ മുഹാജിറുകളെ കുറിച്ച് അൻസാറുകളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അല്ലാഹു അക്ബർ. അപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന കാര്യമാണ്, അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസമാണ് സ്വഹാബത്തിനോട് ഒരു അണുത്തൂക്കം പോലും വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടമോ അവരുടെ കൽബിലോ നാവിലോ പ്രവൃത്തിയിലോ ഒന്നും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, സ്വഹാബത്തിന് ശേഷം വന്ന മുഅ്മിനീങ്ങൾ അവരുടെ നിലപാട് എന്താണ്? യഖൂലൂൻ, അവർ അല്ലാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുന്നതാണ്, റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകൾ പാപങ്ങൾ നീ പുറത്തു നൽകണം. വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഞങ്ങളുടെ മുന്നേ കടന്നുപോയവർ അവർക്കും നീ പുറത്തു കൊടുക്കണം. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ വെറുപ്പ് പോലും നീ ഉണ്ടാക്കരുത്. ഞങ്ങളുടെ കൽബ് ആ തിന്മയിൽ നിന്നും ശുദ്ധമാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഏറ്റവും മുഅ്മിനീങ്ങളുടെ നേതാക്കന്മാരാരാണ്? സ്വഹാബത്താണ്. ഒരൊറ്റ മുഅ്മിനോടും നമ്മുടെ കൽബിൽ വെറുപ്പുണ്ടാക്കാൻ പാടില്ല. അപ്പൊ സ്വഹാബത്തിന്റെ സ്ഥാനം എന്തായിരിക്കും? സ്വഹാബത്തിനോട് അവരെ കുറിച്ച് മോശമായ എന്തെങ്കിലും ആരെങ്കിലും നുണയന്മാർ എഴുതിവിട്ട ചരിത്രമോ പുസ്തകങ്ങളോ ഒക്കെ വായിച്ചിട്ട് സ്വഹാബത്തിനെ കുറിച്ച് മോശമായി വിചാരിക്കാനോ സംസാരിക്കാനോ എങ്ങനെയാണ് നമുക്ക് സാധിക്കാൻ? അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വഹാബത്തിനോടുള്ള നിലപാട് എന്താണ്? ആരാണ് സ്വഹാബിമാർ? അവരോട് അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്? അത് മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനുമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ആരാണ് സ്വഹാബത്ത്? സ്വഹാബിമാർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഇമാം അഹ്മദ് ഇബ്ൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, കുല്ലു മൻ സഹിബഹു സനതൻ വശഹറൻ ഔ യൗമൻ വസാഅതൻ ഔ റആഹു ഫഹുവ മിൻ അസ്ഹാബി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സുഹബത്തുണ്ടായ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായവർ, ഒരു വർഷമോ ഒരു മാസമോ ഒരു ദിവസമോ ഇനി കുറച്ച് സമയമോ, ഔ റആഹു, അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കണ്ടാൽ മതി, അങ്ങനെ കണ്ടാൽ അത് സ്വഹാബിയാണ്, അദ്ദേഹം സ്വഹാബിയാണ്. ഫഹുവ മിൻ അസ്ഹാബി, അദ്ദേഹം സ്വഹാബത്തിൽപ്പെട്ടതാണ്. വലഹു മിന സുഹ്ബത്തി അലാ ഖദ്രി മാ സഹിബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എത്ര കൂടുതൽ സഹവസിച്ചിട്ടുണ്ടോ അത്രയും സ്ഥാനം അവർക്കുണ്ട്. കുറച്ചാണെങ്കിൽ കുറവാണ്, പക്ഷെ അവർ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഅ്മിനായി മുസ്ലിമായിട്ടൊന്ന് കണ്ടാൽ മതി, ഹദീസ് റിവായത്ത് ചെയ്യണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കണം എന്നില്ല, അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കണ്ടാൽ മതി, അവിടുത്തെ സദസ്സിൽ ഒന്ന് ഇരുന്നാൽ മതി. ഇനി കണ്ണു കാണാത്ത ആളാണെങ്കിൽ അവിടത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹവാസം അവിടുത്തെ മുന്നിൽ ഒന്ന് എത്തിയാൽ മതി. സ്വഹാബിയാണ്, സ്വഹാബിയുടെ പദവി അവർക്കുണ്ട്.
എന്ന് അയിമ്മത്ത് ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചതെന്ന് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇതുപോലെ നമുക്ക് പറഞ്ഞു കാണാം, മൻ സഹിബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ റആഹു മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടത് അല്ലെങ്കിൽ അവിടത്തോട് സഹവസിച്ചത് അവരൊക്കെ സ്വഹാബിയാണ്. അവരുടെയൊക്കെ സ്ഥാനം നമ്മുടെ ഖൽബിൽ വലുതായിരിക്കണം. മനസ്സിലായില്ലേ? അവരോട് നമുക്ക് കുറേ ബാധ്യതകളുണ്ട്, കടമകളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ഇൻഷാ അല്ലാഹ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവർ, അവിടത്തേക്ക് ചെറിയ രീതിയിലെങ്കിലും സഹവസിച്ചവർ, അവിടുത്തെ മുസ്ലിമായ അവസ്ഥയിൽ കണ്ടവർ സ്വഹാബിയാണെന്നുള്ളതിന് തെളിവെന്താണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരും, യഗ്സൂ ഫിആമുൻ മിനന്നാസ്, നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്കൊരു കാലം വരും, അവർ വലിയ ജനസഞ്ചയങ്ങളുമായി യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ മുസ്ലിമീങ്ങളുടെ ഭാഗത്തെ സൈന്യത്തോട് ചോദിക്കപ്പെടും, ഫീകും മൻ റആ റസൂലല്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരുണ്ടോ? ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ ചോദ്യം എന്താണ്? നിങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരുണ്ടോ? റആ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ പറയും, ആ സൈന്യത്തിലെ ആളുകൾ പറയും, ഫയഖൂലൂന നഅം, അതെ ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരുണ്ട്. ഫയുഫ്തഹു ലഹും, അങ്ങനെ അവർക്ക് പിന്നെ ആ നാടുകൾ ജയിച്ചടക്കാൻ, യുദ്ധത്തിൽ ജയിച്ചടക്കാനുള്ള സാഹചര്യം ഒരുക്കപ്പെടും. അടുത്തത്, വീണ്ടും വേറെ ഒരു വിഭാഗം മുസ്ലിമീങ്ങൾ പിന്നെ ജനങ്ങളുമായി യുദ്ധത്തിലേർപ്പെടും. ആ സമയത്ത് മുസ്ലിം സൈന്യത്തോട് ചോദിക്കപ്പെടും, ഫീകും മൻ റആ മൻ സഹിബ റസൂലല്ലാഹ്. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇതൊരു തർത്തീബാണ്. അതിനുശേഷമുള്ള ചോദ്യം എന്താണ്? സ്വഹാബത്തിനെ കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? 3 ചോദ്യം, 3 വിഭാഗ ആളുകൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, സ്വഹാബിമാർ, താബിഅകൾ, തബഉൽ അത്ബാ, ഈ 3 വിഭാഗത്തിനും അള്ളാഹു യുദ്ധം വിജയിക്കാനുള്ള മാർഗം തുറന്നു കൊടുക്കുമെന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒന്നാമത്തെ ചോദ്യത്തിൽ സ്വഹാബിമാരെ വിശദീകരിക്കാൻ ഉപയോഗിച്ച വാക്കെന്താണ്? മൻ റആ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരുണ്ടോന്നാണ്, അല്ലേ? രണ്ടാമത് ആ കണ്ടവരെ കുറിച്ച് എന്താ പറഞ്ഞത്? സ്വഹീബ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. ഈ ഹദീസിൽ നിന്ന് ഇമാമിങ്ങൾ, ഉലമാക്കൾ തെളിവ് പിടിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട, മുസ്ലിമായി കൊണ്ട് കാണുകയും ഇസ്ലാമിലായി കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്തവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ ആരാണ്? സ്വഹാബിമാരുടെ പദവിയിൽ എത്തിച്ചേരുന്നതാണ്. അവരോടൊക്കെ നമുക്ക് സ്വഹാബത്തിനോട് കൊടുക്കേണ്ടുന്ന ബാധ്യതകൾ, കടമകൾ കൊടുക്കേണ്ടതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് മിൻഹാജു സുന്നത്തി നബവിയ്യ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇതേ രീതിയിൽ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഫദല്ല അലാ അന്ന റായി ഹുവ സാഹിബ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടതാരാണോ, മുസ്ലിമായി കൊണ്ട് കണ്ടതാരാണോ, അങ്ങനെ ഇസ്ലാമിലെ മരണപ്പെട്ടതാരാണോ അവരൊക്കെ സഹാബിയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വദിത്തു, ഞാൻ ഇഷ്ടപ്പെടാൻ, ഞാൻ ആഗ്രഹിക്കാൻ, അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, എൻ്റെ സഹോദരങ്ങളെ എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരെക്കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ സുന്നിയായി അഹ്ലു സുന്നയിൽ ജീവിക്കുന്നുണ്ടോ അവരെക്കുറിച്ചാണ്. ആരൊക്കെ സലഫിയായി സുന്നിയായി ജീവിക്കുന്നുണ്ടോ അവരെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരെ കാണാൻ എനിക്ക് ആഗ്രഹമാണ്, കൊതിയാണ്. എൻ്റെ സഹോദരങ്ങൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത്, അല്ലേ? ഇഖ്വാനന, എൻ്റെ സഹോദരങ്ങൾ. അപ്പോൾ ഉടനെ സഹാബത്ത് ചോദിക്കാണ്, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ താങ്കളുടെ സഹോദരങ്ങളല്ലേ, ഞങ്ങൾ അങ്ങനെയല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബിമാരാണ്, നിങ്ങൾ എൻ്റെ സ്വഹാബിമാരാണ്. വ ഇഖ്വാനുന അല്ലദീന ലം യഅതൂ ബഅദു, എൻ്റെ സഹോദരങ്ങൾ അവർ വന്നിട്ടില്ല, അവരെൻ്റെ അടുക്കലേക്ക് എത്തിയിട്ടില്ല, ഇതുവരെ എത്തിയിട്ടില്ല
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു റിവായത്തിൽ കാണാം, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബിമാരാണ്, വലാകിൻ ഇഖ്വാനി അല്ലദീന ആമനൂ ബി വലം യറൗനി. കണ്ടോ, എൻ്റെ സഹോദരങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ എല്ലാ സ്വഹാബിമാരെ, നിങ്ങൾ എൻ്റെ സ്വഹാബത്താണ്, അനുചരന്മാരാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇനിയും ഈമാനിലേക്ക് ഈമാൻ സ്വീകരിക്കുകയും വലം യറൗനി, എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത മുഅ്മിനീങ്ങൾ ഉണ്ടായിരുന്നു. ഉവൈസ് ബിൻ ആമിർ അൽ ഖറനിയെ പോലെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അവർക്ക് പറ്റിയില്ല. അതിനുശേഷം വരുന്ന മുഅ്മിനീങ്ങളും അങ്ങനെ തന്നെയാണ്. അല്ലാഹു അക്ബർ അല്ലേ. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചിട്ടാണെങ്കിലും റസൂലുള്ളാഹി ഒന്ന് കാണാൻ ആ മുഅ്മിനീങ്ങൾ ആഗ്രഹിക്കും, കൊതിക്കും എന്ന്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരങ്ങൾ. എന്തായിരുന്നാലും സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവർ ആരാണ്? ഈമാനോടുകൂടി കണ്ടവർ സഹാബത്താണ്, ഈമാൻ ഇല്ലാതെ കണ്ടവരല്ല. അബൂജഹലും അള്ളാന്റെ റസൂലിനെ കണ്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബിയാണോ? അല്ല, ഈമാൻ ഇല്ലാത്ത അവസ്ഥയിൽ. അതുപോലെ ഈമാനോട് കൂടി കണ്ടിട്ട് ഈമാനോടുകൂടി മുസ്ലിമായി മരണപ്പെടണം. ഇത്രയാണ് ഉലമാക്കൾ, ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ശരി, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫദല്ല ഹാദൽ ഹദീസു على أن الحد الفاصل بين إخوانه الذين ودع أن يراهم وبين أصحابه لقاؤه ورؤيته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിലെ റസൂലുള്ളാഹിക്ക് കാണാൻ ആഗ്രഹമുള്ള അവിടുത്തെ സഹോദരങ്ങളെയും സ്വഹാബത്തിനെയും വേർതിരിച്ച മാനദണ്ഡം എന്താണ്? ലിഖാഉഹു വറുയതുഹു, റസൂലുള്ളാഹിയെ നേരിട്ട് കണ്ടുമുട്ടലും കാണലുമാണ്. ഫമൻ ആമന ബിഹി വറആഹു ഫഹു മിൻ അസ്ഹാബി, അല്ലാഹുവിന്റെ റസൂലിൽ ആരൊക്കെ വിശ്വസിച്ചിട്ട് അവിടുത്തെ കണ്ടുമുട്ടിയോ അവരൊക്കെ ആരാണ്? സ്വഹാബിമാരാണ്. അപ്പോൾ ഇവരാണ് സ്വഹാബത്ത്. ഈ സ്വഹാബത്തിനോട് സഹോദരങ്ങളെ നമുക്ക് ചില ബാധ്യതകളുണ്ട്, കടമകളുണ്ട്. നിർബന്ധമായും നമ്മളത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു വിഷയം സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, ഈ സമകാലികമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത് മുതലെടുത്തുകൊണ്ട്, സമകാലികമായ രാഷ്ട്രീയ യുദ്ധ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ഷിയായിസവും സ്വഹാബത്തിനെ കുറിച്ചുള്ള വെറുപ്പും അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒക്കെ വളരെ തെറ്റായ, വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ, അഹ്ലുസുന്നയുടെ അഖീദക്കെതിരായ വിശ്വാസങ്ങൾ വളരെ നിഗൂഢമായി കടത്തിക്കൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് പിന്നെ വലിയ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ഉമ്മത്തിലെ പല ആളുകളും ഇന്ന് നടത്തുന്ന പല പുസ്തക പ്രകാശനങ്ങളും സിംബോസിയങ്ങളും ചർച്ചകളും ഒക്കെ എടുത്തു നോക്കിയാൽ, സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ പരസ്യങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വെറും ജൂതന്മാർ ഷിയാക്കൾ എഴുതിയ ചരിത്രം വായിച്ചിട്ട് ചരിത്രത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടി വരികയാണ്. ആരെഴുതിയ ചരിത്രമാണ്? ചരിത്രം ആർക്കും എഴുതിക്കൂടെ? ആർക്കും എന്തും എഴുതിക്കൂടെ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വഹാബത്തിനോടുള്ള നിലപാട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും വേണം. ഒന്നാമത്തെ കാര്യം സ്വഹാബത്തിനോടുള്ള സ്നേഹമാണ്. സ്വഹാബിമാരോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ ആയത്ത്, റബ്ബന എന്ന് ദുആ ചെയ്യുന്ന ആയത്ത് എന്താണ്? വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു. അല്ലാഹുവേ, സ്വഹാബിമാരോടുള്ള ഒരു ചെറിയ വെറുപ്പ് പോലും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അത് ഈമാനിന്റെ ഭാഗമാണ്, അത് ദീനിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. അൻസാരികളോടുള്ള സ്നേഹം ഈമാനിന്റെ അടയാളമാണ്. ഏതെങ്കിലും ഒരു അൻസാരിയായ സ്വഹാബിയോട് ഒരാൾക്ക് വെറുപ്പുണ്ടെങ്കിൽ അവന്റെ ഈമാൻ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാണ്. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. ഒരുത്തൻ കപടനാണ്, മുനാഫിഖാണ് എന്നതിന്റെ അടയാളം അൻസാരികളോട് അവനുണ്ടാകുന്ന ദേഷ്യമാണ്, വെറുപ്പാണ്. നമുക്ക് നിങ്ങൾ ഒരാളെ മുഅ്മിനാണോ മുനാഫിഖാണോ എന്ന് വേർതിരിക്കാനുള്ള മാനദണ്ഡമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് എന്താണ്? അൻസാരികളായ സ്വഹാബത്തിനോടുള്ള സ്നേഹവും വെറുപ്പും.
ആണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൻസാരികളുടെ കാര്യത്തിൽ ഇത് സ്ഥിരപ്പെട്ടുവെങ്കിൽ മുഹാജിറുകളുടെ കാര്യത്തിൽ കൂടുതൽ ഇക്കാര്യം പരിഗണിക്കേണ്ടതാണ്. കാരണം അൻസാറുകളെക്കാൾ കൂടുതൽ സ്ഥാനമുള്ളതാർക്കാൻ? മുഹാജിറുകൾക്കാണ്. അൻസാരികളോടുള്ള സ്നേഹം ഈമാനിന്റെ അടയാളമാണെങ്കിൽ പിന്നെ സംശയമല്ല എന്ത്? മുഹാജിറുകളോടുള്ള സ്നേഹവും ഈമാനിന്റെ അടയാളമാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെ ഒന്നടങ്കം വിശേഷിപ്പിച്ചിട്ടുള്ളത് അൻസാറുല്ലാഹ്, അള്ളാഹുവിനെ സഹായിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് മുഹാജിറുകളും ഒരർത്ഥത്തിൽ അൻസാർ എന്ന പ്രയോഗത്തിന്റെ അകത്ത് അതിന്റെ പരിധിയിൽ വരും എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കാൻ. അഖീദത്തു തഹാവിയ നിങ്ങൾ പലരും ദർസ് കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്ലുസുന്നയുടെ അഖീദ വനുഹിബ്ബു അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ സ്നേഹിക്കുന്നവരാണ് സുന്നികൾ, അഹ്ലുസുന്ന. വലാ നുഫ്രിതു ഫീ ഹുബ്ബി അഹദിൻ മിൻഹും, ഞങ്ങൾ അവരിൽ ഒരാളോടുള്ള സ്നേഹത്തിൽ പോലും കുറവ് വരുത്തുകയില്ല. എല്ലാ സഹാബിമാരെ എനിക്ക് ഇഷ്ടമാണ്, മുആവിയ റളിയല്ലാഹു അൻഹു ശരിയില്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവന്റെ ഈമാനിൽ കുഴപ്പമുണ്ട്, അവൻ സുന്നിയല്ല, അവൻ ബിദ്അത്തിന്റെ ആളാണ്. എല്ലാ സഹാബിമാരെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്, അലി റളിയല്ലാഹു അൻഹുവിനോട് എനിക്ക് ചെറിയൊരു ദേഷ്യമുണ്ട് എന്നൊരുത്തൻ പറഞ്ഞാലോ അവൻ ബിദ്അഇയാണ്, അവൻ സുന്നിയല്ല, അഹ്ലുസുന്നയല്ല. നേരെ മറിച്ച് അഹ്ലുസുന്നയാണെങ്കിൽ എല്ലാ സഹാബിമാരെയും സ്നേഹിക്കുന്നവരാണ്. വലാ നതബറഉ മിൻ അഹദിൻ മിൻഹും, ഒരൊറ്റ സഹാബിയിൽ നിന്നും ഞാൻ ഒഴിവാണ്, ഞാൻ ആ സഹാബിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നൊരു സുന്നി പറയുകയില്ല. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. വനുബ്ഗിദു മൻ യുബ്ഗിദുഹും, സഹാബത്തിനോട് ആരാണോ ദേഷ്യം വെച്ച് പുലർത്തുന്നത് അവരോട് നമുക്ക് ദേഷ്യമാണ്. മനസ്സിലായില്ലേ? അല്ലാഹു അക്ബർ. വബിഗൈരിൽ ഖൈരി യദ്കുറുഹും, സഹാബത്തിനെ കുറിച്ച് ഖൈറല്ലാത്ത മോശം വർത്തമാനം പറയുന്നവർ അവരോട് നമുക്ക് എന്താണ്? വെറുപ്പാണ്, അവരോട് നമുക്ക് സ്നേഹമില്ല, ഇഷ്ടമല്ല. അല്ലാഹു അക്ബർ. വഹുബ്ബിഹിം ദീനുൻ വഈമാനുൻ വഇഹ്സാനുൻ, ഇതാണ് അഹ്ലുസുന്നയുടെ അഖീദ. സഹാബത്തിനോടുള്ള സ്നേഹം അത് ദീനാണ്, അത് ഈമാനാണ്, അത് ഇഹ്സാനാണ്, അത് നന്മയാണ്. വബുഗ്ദുഹും, അവരെ വെറുക്കുക, അവരോട് ദേഷ്യം വെച്ച് പുലർത്തുക എന്നത് കുഫ്റുൻ, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. വനിഫാഖുൻ, അത് നിഫാഖിന്റെ മുനാഫിഖിന്റെ പണിയാണ്, കാപട്യമാണ്. വതുഗ്യാനുൻ, അതിര് കടന്ന പ്രവൃത്തിയാണ്. ഇത് അഹ്ലുസുന്നയുടെ അഖീദയായി ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരാൻ. മഹാനായ ഇമാം മാലിക്, ഇമാം ദാരുൽ ഹിജ്റ, ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, കാന സലഫു, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട വാക്കാണ്, കാന സലഫു, ഇമാം മാലിക്കിന്റെ സലഫ് അതാരാണ്? സഹാബത്താണ്, താബഈങ്ങളാണ്. കാന സലഫു യുഅല്ലിമൂന ഔലാദഹും ഹുബ്ബ അബീ ബക്രിൻ വഉമർ, അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ അൽ ഖത്താബിനെയും റളിയല്ലാഹു അൻഹുമാ അവരോടുള്ള സ്നേഹം മുൻഗാമികൾ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. കമാ യുഅല്ലിമൂന സൂറത മിനൽ ഖുർആൻ, ഖുർആനിൽ ഒരു സൂറത്ത് പഠിപ്പിക്കുന്ന അത്രയും പ്രാധാന്യത്തോടെ. അല്ലാഹു അക്ബർ. ഇന്ന് ഷിയഈകൾ, അല്ലാഹുൽ മുസ്തഈൻ, ഇന്ന് പലരും അവരെ കൊടിയും പിടിച്ച് നടക്കുകയാണല്ലോ. ഷിയഈകൾ എന്താ അവരെ മക്കളെ ചെയ്യുന്നത്? അവരെ കുട്ടികൾ നിങ്ങൾ എടുത്തു നോക്കണ്ട, അത്രയും വൃത്തികെട്ട ഒരു കാര്യമാണല്ലോ. പക്ഷെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്നാഅശരിയാക്കൾ അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബിന്റെയും ഒക്കെ പേരെഴുതിയ പേപ്പറിൽ തുപ്പുക, കുട്ടികളെ കൊണ്ട് തുപ്പിക്കുക, എന്നിട്ട് അത് കീറിക്കളയുക അല്ലെങ്കിൽ കളയുക, അല്ലെങ്കിൽ ആ കുട്ടികളെ കൊണ്ട് ലഅനത്ത് ചൊല്ലിക്കുക. നഊദു ബില്ലാഹ്. അഹ്ലുസുന്നയോ അവരെ കൊടിയും പിടിച്ച് നടക്കുക സുന്നി എന്നും പറഞ്ഞിട്ട്. അല്ലാഹു കാക്കട്ടെ. ഇതാണോ സുന്നി? അല്ല. സുന്നികൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മുൻഗാമികൾ എന്താണ് ചെയ്തത്? അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ അൽ ഖത്താബിനോടുള്ള സ്നേഹം മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു, ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ, അത്രയും ഗൗരവത്തിൽ. അല്ലാഹു അക്ബർ. അതാണ് നമ്മുടെ നിലപാട്, അതാണ് നമ്മുടെ അഖീദ. അല്ലാഹു അഹ്ലുസുന്നയിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ ബിശ്ർ ബിൻ അൽ ഹാരിസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, പിന്നെ
ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് വലിയ പ്രതീക്ഷയുള്ള ഒരു അമല് പലർക്കും അങ്ങനെ ഉണ്ടാവും. അള്ളാഹിൻ്റെ അടുത്ത് എത്തിയാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാം, ഞാനൊരു മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഏറ്റവും നല്ല രീതിയിൽ നിന്നിട്ടുണ്ട്, അതിലാണ് എനിക്ക് പ്രതീക്ഷ, ഞാൻ എപ്പോഴും ഖിയാമുൽ ലൈൽ നിസ്കരിക്കും, അതിലാണ് എനിക്ക് പ്രതീക്ഷ. ഇങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാകും. മഹാനായ ബിശ്ർ ബിൻ അൽ ഹാരിസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാൻ, ഔസഖു അമലി ഫീ നഫ്സി ഹുബ്ബു അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ അടുത്ത് രക്ഷപ്പെടും എന്നെനിക്ക് വലിയ പ്രതീക്ഷ ഉറപ്പുള്ള ഒരു കാര്യം സ്വഹാബത്തിനോടുള്ള എൻ്റെ സ്നേഹമാണ്. കണ്ടോ, അല്ലാഹു അക്ബർ. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ആസിം ബിൻ മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചില ആളുകൾ ഇങ്ങനെ സദസ്സിലിരിക്കുമ്പോൾ മഹാനായ സുഫിയാൻ അസ്സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് സംസാരിക്കാൻ, നല്ല കാര്യം പറയാം. സുഫിയാൻ അസ്സൗരി വളരെ വലിയ പണ്ഡിതനായിരുന്നു, അദ്ദേഹം വലിയ ആബിദായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 15 കാര്യങ്ങൾ പറഞ്ഞു. ആ ആളുകൾ കൂടിയിരുന്ന ആളുകൾ ഇമാം സുഫിയാൻ അസ്സൗരിയെ കുറിച്ച് 15 നല്ല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മഹാനായ ആസിം ഇബ്നു മുഹമ്മദ് റഹ്മഹുല്ലാ അദ്ദേഹം ചോദിച്ചു, ഫറഗ്തും, കഴിഞ്ഞോ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നി ലഅഅലമു ഫീഹി ഫളീല, എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഏറ്റവും നല്ല ഒരു മഹത്വം എനിക്ക് സുഫിയാൻ അസ്സൗരിയെ കുറിച്ച് അറിയാം. എന്താണത്? സലാമതു സദ്രിഹി ലി അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ നെഞ്ചകം സ്വഹാബത്തിനെ കുറിച്ചുള്ള ദുർവിചാരങ്ങളിൽ നിന്നും അവരെക്കുറിച്ചുള്ള മോശമായ കാര്യങ്ങളിൽ നിന്നുമൊക്കെ സുരക്ഷിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖൽബ് സ്വഹാബത്തിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ 15 കാര്യത്തെക്കാളും മികച്ചു നിൽക്കുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പോൾ ധാരാളം നന്മകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന അഹ്ലുസുന്നയുടെ അഖീദയുടെ അടിത്തറയാണ് സ്വഹാബത്തിനോടുള്ള സ്നേഹവും അവരോടുള്ള നിലപാടും എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം, സ്വഹാബത്തിനോടുള്ള സ്നേഹം നമ്മൾക്ക് ഉണ്ടായിത്തീരണം. രണ്ടാമത്തെ കാര്യം, ഇഅ്തിഖാദു ഫദ്ലിഹിം വഅദാലതിഹിം, സ്വഹാബത്തിൻ്റെ മഹത്വത്തിൽ വിശ്വസിക്കാൻ, അവർ ഈ ഉമ്മത്തിലെ ഏറ്റവും മഹനീയരാണ് എന്ന് വിശ്വസിക്കാൻ. വഅദാലതിഹിം, അവർ സത്യസന്ധരാണ്, അവരുടെ നീതിയിൽ, അവരുടെ സത്യതയിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. വഅന്നഹും സഫ്വത്തുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു സ്വഹാബത്ത്. വഅക്മലുഹ, ഈ ഉമ്മത്തിലെ ഏറ്റവും സമ്പൂർണത നേടിയ ആളുകളാണ് സ്വഹാബത്ത്. വഅഖറബുഹ ലിൽ ഹഖ് വസ്സവാബ്, സത്യത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ, ശരിയായ നിലപാടുകളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ സ്വഹാബിമാരാണ് എന്ന് വിശ്വസിക്കുക. ഇതാണ് രണ്ടാമതായി അഹ്ലുസുന്നയുടെ അഖീദ, സ്വഹാബത്തിന്റെ വിഷയത്തിലുള്ള അഹ്ലുസുന്നയുടെ നിലപാട് നമുക്ക് വേണ്ടത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ന്യൂനിയയിൽ പറഞ്ഞതുപോലെ, ഇത് അജ്മഅൽ ഉലമാഉ അന്ന സ്വഹാബത്തൽ മുഖ്താരി ഖൈറു തവായിഫൽ ഇൻസാനി, ഉലമാക്കൾക്ക് ഇജ്മാ ഉണ്ട്, അഹ്ലുസുന്നക്ക് ഇജ്മാ ഉണ്ട്. മനുഷ്യകുലത്തിൽ വെച്ച് അമ്പിയാക്കൾ കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ കൂട്ടത്തിൽ സ്വഹാബത്താകുന്നു ഏറ്റവും ഉന്നത സ്ഥാനീയർ എന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ, അഹ്ലുസുന്നക്കിടയിൽ 2 വാക്കില്ല എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചെന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സ്വഹാബത്തിൻ്റെ മഹത്വം പറയുന്ന എത്ര ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട മുമ്പേ കടന്നുപോയ, മുമ്പേ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ, സഹാബിമാർ, വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, നന്മയിൽ ഈ മുൻപേ കടന്നുപോയ മുഹാജിറുകളെയും അൻസാറുകളെയും പിന്തുടർന്നവർ, റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതായത് അല്ലാഹുവിൻ്റെ തൃപ്തി കിട്ടുക, ഖൽബിൽ അല്ലാഹുവിനെ കുറിച്ച് പൂർണ്ണമായ തൃപ്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ പദവിയാണ്. ഒരു മനുഷ്യൻ്റെ ഈമാൻ അവൻ നേടിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായ കാര്യമാണ്. ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ സ്വർഗത്തിൻ്റെ മുകളിലാണ് അള്ളാഹിൻ്റെ തൃപ്തി കിട്ടുക എന്ന് പറഞ്ഞാൽ. ഒരാൾക്ക് സ്വർഗം കിട്ടിയെന്ന് പറയുന്നതിൻ്റെ മുകളിലാണ് എന്ത്?
അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുക എന്ന് പറഞ്ഞാൽ. കാരണം അള്ളാഹിൻ്റെ തൃപ്തി ഉള്ളവനെ എന്ത് കിട്ടുള്ളൂ? സ്വർഗം കിട്ടുള്ളൂ. അപ്പം ആദ്യം അള്ളാഹിൻ്റെ തൃപ്തിയാണ് കിട്ടുക. അതിൽ നിന്ന് പിന്നെ ഇന്ന ആളുകൾക്ക് ഒഴിവാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞോ? ഇല്ല. റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം റബ്ബ് അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഖാലിദീന ഫീഹാ അബദ. കാലാകാലം അവരാ സ്വർഗത്തിലായിരിക്കും. ദാലികൽ ഫൗസുൽ അദീം. അതാകുന്നു ഏറ്റവും വലിയ വിജയം. ഇത് റബ്ബ് കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. ഇതുപോലെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഹിജ്റ പോവുകയും ജിഹാദ് ചെയ്യുകയും ചെയ്ത സഹാബിമാർ. വല്ലദീന ആവൗ വനസറൂ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെയും റസൂലുള്ളയെയും സഹായിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്തവർ, മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സഹാബിമാർ. ഉലൈക ബഅദുഹും ഔലിയാഉ ബഅദിൻ. അവർ പരസ്പരം സഹായിച്ച് സഹകരിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. സൂറത്ത് അൻഫാൽ. അങ്ങനെ ഈ സഹാബത്തിനെ കുറിച്ചുള്ള വിശേഷണം അള്ളാഹു അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അവരാകുന്നു ഒറിജിനൽ യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങൾ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. അവർക്ക് അല്ലാഹുവിൻ്റെ പാപമോചനമുണ്ട്. അപ്പം അവരുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞതാണ് ലഹും മഗ്ഫിറ. അള്ളാഹു അവരുടെ പാപം പുറത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ പിന്നിൽ ചികഞ്ഞ് അന്വേഷിച്ച് ഇന്ന സഹാബിയുടെ ഇജ്തിഹാദ് ശരിയാണോ, ആ സഹാബി എടുത്ത നിലപാട് തെറ്റാണോ, എന്നിട്ട് അതിങ്ങനെ ഭയങ്കര ഞാനൊരു വലിയ ബാഹിസാണ്, ഞാൻ വലിയ സംഭവമാണ് ജനങ്ങളെ തോന്നിപ്പിക്കാൻ വേണ്ടി എഴുതി ഇങ്ങനെ വിടുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സാധാരണക്കാർക്കിടയിൽ സ്വഹാബത്തിനെ കുറിച്ചുള്ള മതിപ്പ് കുറക്കുന്ന രീതിയിൽ എഴുതുക, സംസാരിക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് താബല്ലാഹു അലൻ നബി വൽ മുഹാജിരീന വൽ അൻസാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു. വൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകൾക്കും അൻസാറുകൾക്കും അല്ലാഹു പാപമോചനം നൽകിയിരിക്കുന്നു. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വഹാബത്തും മുഹാജിറുകളും അൻസാറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നു. അതുമായി ബന്ധപ്പെട്ട് റബ്ബ് പറഞ്ഞതാണ്, അള്ളാഹു ആ ഒരു ത്യാഗം നിമിത്തം അവർക്ക് വന്നിട്ടുള്ള തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. തീർന്നില്ലല്ലോ, മുൻകഴിഞ്ഞ വേദങ്ങളിൽ പോലും സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അല്ലെ, ഇഞ്ചീലിലും തൗറാത്തിലും ഒക്കെ റബ്ബ് സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുഹമ്മദുൻ റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ തിരുദൂതരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീന മഅഹ്. അവിടുത്തോടൊപ്പമുള്ള സഹാബിമാർ അശിദ്ദാഉ അലൽ കുഫാർ. കാഫിറുകളോട് പരുഷമായി നിലകൊള്ളുന്നവർ. റുഹമാഉ ബൈനഹും. പരസ്പരം കാരുണ്യത്തോടുകൂടി നിലകൊള്ളുന്നവർ. തറാഹും റുക്അൻ സുജ്ജദ. നിനക്കവരെ കാണാൻ സാധിക്കും റുകൂഇലും സുജൂദിലുമായി കൊണ്ട്. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്. അല്ലാഹുവിൻ്റെ ഔദാര്യം കുതിച്ച് സുജൂദിലും റുകൂഇലുമായി ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന സഹാബിമാർ. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അവരുടെ അടയാളം, അവരുടെ നെറ്റികളിൽ സുജൂദിന്റെ അടയാളങ്ങൾ നിനക്ക് കാണാൻ സാധിക്കും. ذَلِكَ مَثَلُهُمْ فِي التَّوْرَاةِ. ഇതാണ് അവരെക്കുറിച്ച് തൗറാത്തിൽ അല്ലാഹു പറഞ്ഞ ഉദാഹരണം. وَمَثَلُهُمْ فِي الْإِنْجِيلِ. ഇൻജീലിലും നിന്റെ റബ്ബി സഹാബിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചും സഹാബത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് പറഞ്ഞത്? കസർഇൻ അഖ്റജ ശതഅഹു ഫആസറഹു ഫസ്തഗ്ലദ ഫസ്തവ അലാ സൂഖിഹി. ഒരു ചെറിയ ചെടി പോലെ ഒരു വിത്ത് മുളച്ച് അത് ചെടിയായി വളർന്ന് അതിൻ്റെ നാമ്പ് വിടർന്ന് മനോഹരമായി ഫസ്തവ അലാ സൂഖിഹി. അതതിൻ്റെ തണ്ടിൽ അടിയുറച്ച് നിലകൊണ്ട് അതിൽ നിന്ന് വിളകളും കായ്കനികളും ഉണ്ടായി. അങ്ങനെ എന്താണ് ഫസ്തവ അലാ സൂഖിഹി യുഅ്ജിബു സുറാ. കൃഷിക്കാർ അതിൻ്റെ വളർച്ചയും അതിൻ്റെ പടർന്ന് പന്തലിക്കലും കണ്ടിട്ട് കൃഷിക്കാർ പോലും അത്ഭുതപ്പെട്ട് നോക്കി നിന്ന് പോയി.
അതാണ് സഹാബത്തിന്റെ ഉദാഹരണം. അതെങ്ങനെയാണ്? സഹാബത്ത് അവർ വളരെ ചുരുങ്ങിയ ഒരു സംഘമായിരുന്നു. വലിയ പീഡാനുഭവങ്ങൾക്ക് നടുവിൽ നിന്ന് ആ വലിയ തീക്കനകൾക്ക് മുകളിൽ സഹാബത്ത് വളർന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം ഹജ്ജത്തുൽ വിദാ നടക്കുമ്പോ, ഖുത്ബത്തുൽ വിദാ നടക്കുമ്പോ ലക്ഷക്കണക്കിന് സഹാബത്ത് അവിടുത്തെ മുന്നിൽ അണിനിരന്ന് ഒരേ മൗനം പാലിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഓരോ വാക്കും ഒപ്പിയെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെ വളർത്തി ലിയഗീദ ബിഹിമുൽ കുഫാർ, കാഫിറുകൾ അവരുടെ ഈ വളർച്ച കണ്ടിട്ട് അരിശം കൊള്ളാൻ. ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ്. നമുക്ക് സഹാബത്തിനെ കാണുമ്പോൾ, അവരുടെ ഇസ്സത്ത് കാണുമ്പോൾ അരിശം കൊള്ളുന്ന ആരുടെ സ്വഭാവമാണ്? മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണോ? അല്ല, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സ്വഭാവമാണ്. വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി മിൻഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. ഈ സ്വഹാബിമാർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുത്തിട്ടുണ്ട്, പാപമോചനം കൊടുത്തിട്ടുണ്ട്. വഅജ്റൻ അദീമാ, വലിയ മഹത്തായ പ്രതിഫലം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇതാണ് സഹാബത്ത്. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ ലാ യുഖ്സില്ലാഹു അൻ-നബിയ്യ വല്ലദീന ആമനൂ മഅഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും നിന്ദിക്കുകയില്ല, അവിടുത്തെ തല കുനിയാൻ ഉള്ള അവസരം ഉണ്ടാക്കുകയില്ല. വല്ലദീന ആമനൂ മഅഹ്, റസൂലുള്ളാഹിയുടെ കൂടെ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ ഈമാനിന്റെ വെളിച്ചം അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുന്നതാണ്. അല്ലാഹു കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. അല്ലാഹു പറയാൻ, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുന്നിലും വലതുവശങ്ങളിലും അവരുടെ ഈമാനിന്റെ വെളിച്ചം അവർക്ക് കാണാൻ സാധിക്കും. മുനാഫിഖുകൾ ഇരുട്ടിൽ കഴിയുന്ന സമയത്ത്, സത്യനിഷേധികൾ ഇരുട്ടിൽ കഴിയുന്ന സമയത്ത് മുഅ്മിനീങ്ങൾക്ക്, സഹാബത്തിന് അല്ലാഹു ഈമാനിന്റെ വെളിച്ചം മുഖേന സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കും. യഖൂലൂൻ, അവർ പറയും, പ്രാർത്ഥിക്കും, റബ്ബന അത്മിം ലനാ നൂറന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം പൂർത്തീകരിച്ചു നൽകണമേ. വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു ഞങ്ങളുടെ പാപം പുറത്തു തരണേ എന്നവർ പറയുമെന്നാണ്. ഇതാണ് സഹാബിമാർ. ഈ സഹാബത്തിനെ കുറിച്ച് എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് മോശമായ എന്തെങ്കിലും വിചാരം വെച്ച് പുലർത്താൻ സാധിക്കുക? അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള, ഇൻഷാ അല്ലാഹ് ആഷിഖ് ഉസ്താദ് കൂടുതൽ സംസാരിക്കും, അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് അതിൽ ചികഞ്ഞന്വേഷിച്ച് സംസാരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെ കുറിച്ച് പറഞ്ഞു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അല്ലാഹു ഇതാ നിങ്ങൾക്ക് ഈമാനിനോടുള്ള സ്നേഹം ഇട്ടു തന്നിരിക്കുന്നു. വസയ്യനഹു ഫീ ഖുലൂബികും, നിങ്ങളുടെ ഖൽബിൽ ആ ഈമാനിനെ കൊണ്ട് അല്ലാഹു അലങ്കരിച്ചിരിക്കുന്നു. എത്ര മനോഹരമായ വാക്കാണ്! ഈമാനിനെ കൊണ്ട് ഖൽബ് അലങ്കരിക്കപ്പെട്ട സഹാബത്ത്. അല്ലാഹു അക്ബർ. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അല്ലാഹുവിനോടുള്ള അനുസരണക്കേട്, തെമ്മാടിത്തം, ഫുസൂഖ്, അതുപോലെ കുഫ്ർ, അതിനോടൊക്കെയുള്ള വെറുപ്പ് അല്ലാഹു നിങ്ങളുടെ ഖൽബിലിട്ട് തന്നിരിക്കുന്നു. അവരാണ് സഹാബത്ത്. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാകുന്നു സന്മാർഗചാരികളായവർ. ഫദ്ലൻ മിനല്ലാഹി വ നിഅമഹ്, അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹവും ഔദാര്യവുമാകുന്നു. അങ്ങനെ ഈമാൻ കൊണ്ട് ഖൽബ് അലങ്കരിക്കപ്പെടുക എന്നത്. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു ഏറെ അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു പഠിപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത് ഹദീദിലെ 10ാമത്തെ ആയത്ത്. അതായത് ഹുദൈബിയ സന്ധിക്ക് മുമ്പും, ഹുദൈബിയ സന്ധി അറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലെ മുശ്രിക്കുകളും തമ്മിൽ കരാറുണ്ടായി. അതിനുശേഷം ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അല്ലേ? ആ പരീക്ഷണത്തിന് ശേഷം പിന്നെയാണ് ഫത്ഹ് ഉണ്ടാകുന്നത്, ഫത്ഹ് മക്ക ഉണ്ടാകുന്നത്. അപ്പൊ ആ ഹുദൈബിയ സന്ധിക്ക് മുമ്പ് വലിയ പരീക്ഷണ ഘട്ടമായിരുന്നു. അപ്പൊ ആ പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവരും, അതിനുശേഷം ഇസ്ലാമിന് വിജയമുണ്ടായ ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവരും, രണ്ടു കൂട്ടരും തമ്മിൽ ഒരുപോലെ ആവുകയില്ല. ഫദ്ല് വ്യത്യാസമുണ്ട്, പക്ഷേ പിന്നെ രണ്ടു കൂട്ടരും ഒരുപോലെ ആവുകയില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന
എന്നാൽ ഫതഹിന് ശേഷം മുസ്ലിമായവർക്കൊരു അവർ ചിലപ്പോൾ തെറ്റി വലാലത്ത് പോകും. അവർ ദുനിയാവ് കണ്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചവരാണ്. അവസാന കാലത്ത് മുസ്ലിമായ സഹാബിമാരെ കുറിച്ച് അവർ പൈസയും അധികാരവും കണ്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചവരാണ് എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹു പറയാണ് വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു സ്വർഗം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മളെങ്ങനെ അവരെ ആക്ഷേപിക്കാം? നമുക്കെങ്ങനെ അങ്ങനെ ഒരു തോന്നലുണ്ടാവുക? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നന്നായി അറിവുള്ളവനാണ്. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖുലിൽ ഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ, നീ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ, അല്ലാഹു തെരഞ്ഞെടുത്ത പ്രത്യേകക്കാരായ ആളുകൾ അവർക്ക് അല്ലാഹുവിൻ്റെ സലാം, അല്ലാഹുവിൻ്റെ സ്വർഗം, അല്ലാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ. ആരാണ് അല്ലാഹു തെരഞ്ഞെടുത്തവർ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വഹും അസ്ഹാബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ സഹാബിമാർ. അല്ലാഹു തെരഞ്ഞെടുത്തതാണ് അവരെ. അബൂബക്കർ സിദ്ദീഖ് മുതൽ അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സഹാബി വരെയുള്ള എല്ലാ ആളുകളും, അതിൽ ഒരാൾ ഒഴിവല്ല, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതാണ്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ഉമ്മത്തുകളിൽ സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായിട്ടുള്ളവർ ആരാണ്? നിങ്ങളാണ്, മുസ്ലിം ഉമ്മത്താണ്. മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃനിരയിലുള്ള അവരുടെ മാതൃകാ പുരുഷന്മാരായ സഹാബത്തിൽ ഏറ്റവും ഖൈറുള്ളവർ അല്ലേ? മൊത്തം മുസ്ലിം ഉമ്മത്ത് എല്ലാവരെക്കാളും നല്ലതാണ് എന്ന് അല്ലാഹു പറഞ്ഞു. എങ്കിൽ അക്കൂട്ടത്തിൽ അവരുടെ നേതൃനിരയിൽ അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് നേരിട്ട് ഖുർആൻ പഠിച്ച സഹാബത്ത് അവരെല്ലാം ഏറ്റവും ഖൈറുള്ളവർ, സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ, നിങ്ങളെ വസതായ മധ്യമ നിലപാടുള്ള അതിരുവിട്ട് പ്രവർത്തിക്കാത്ത ആളുകളാക്കി അള്ളാഹു മാറ്റിയിരിക്കുന്നു. ഏറ്റവും വസതായതാരാണ്? സഹാബിമാരാണ് സ്വാഭാവികമായിട്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങൾ മറ്റു ജനങ്ങൾക്ക് മാതൃകയായി തീരാൻ വേണ്ടി. വയകൂന റസൂലു അലൈക്കും ഷഹീദ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സാക്ഷി നിൽക്കാനും വേണ്ടി. നാളെ മഹ്ശറിൽ പരലോകത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് വേണ്ടി സാക്ഷി നിൽക്കുന്നതാണ്. അല്ലാഹു അക്ബർ. നോക്കൂ നിങ്ങൾ, അല്ലാതെ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് പ്രത്യേകം പറഞ്ഞത്. ചില ആളുകൾ പറയുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്യണമൊക്കെ ഇങ്ങനെ സാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നല്ല എൻ്റെ അർത്ഥം. അല്ലാഹു അക്ബർ. ശരി, എത്ര ആയത്തുകൾ, ഹദീസുകൾ എത്രയുണ്ട്, ധാരാളമുണ്ട്. നേരത്തെ പറഞ്ഞ ഹദീസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആകാശത്തിൻ്റെ സംരക്ഷണം പോലെ, ആകാശത്തെ നക്ഷത്രങ്ങൾ സംരക്ഷണം എന്ന പോലെ സ്വഹാബത്ത് ഈ ഉമ്മത്തിൻ്റെ സംരക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബത്തിനെ ചീത്ത വിളിക്കാൻ പാടില്ല. നിങ്ങൾ കേട്ട ഹദീസായിരിക്കും. ഫലോ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ, നിങ്ങൾ ഉഹദ് മലന്റെ അത്ര സ്വർണം ചെലവാക്കി. ശ്രദ്ധിക്കണം, സ്വർണം ഉഹദ് മലന്റെ അത്ര ചെലവാക്കി. ഇത് ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെയുള്ള പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, അവരോട് പറയാൻ വലോ അൻഫഖ്തും, നിങ്ങൾ ചെലവാക്കിയാൽ ഉഹദ് മലന്റെ അത്ര സ്വർണം നിങ്ങൾ ചെലവാക്കിയാൽ. അതാരാണ്? ഈ നിങ്ങളാരാണ്? സഹാബിമാരാണ്. മുൻപേ ഈമാൻ സ്വീകരിച്ച ആദ്യകാലക്കാരായ സഹാബിമാർ അവരുടെ ഒരു മുദ്ദ്, അവരൊരു കയ്യിൽ ഇങ്ങനെ കോരി, അത് സ്വർണം എന്ന് പറഞ്ഞോ? സ്വർണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, അവരിങ്ങനെ കയ്യിൽ കോരിയത്, അതെന്തോ ആകട്ടെ, അങ്ങനെ കൊടുത്ത സ്വതക്കയുടെ അടുത്ത് പോലും എത്തുകയില്ല നിങ്ങളുടെ ഉഹദ് മലയോളം വരുന്ന സ്വർണം. മനസ്സിലായില്ലേ? വല ശഈറ, അതിൻ്റെ പകുതി പോലും എത്തൂല. അല്ലാഹു അക്ബർ. ആലോചിക്കൂ, ഷൗക്കാനി റഹ്മഹുല്ലാ അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ മനോഹരമായ വാക്ക് കാണാൻ സാധിക്കും. പിൻഗാമികളായ സഹാബിമാരോട് നബി പറയാണ് ഉഹദ് മലന്റെ അത്ര സ്വർണം ചെലവഴിച്ചാൽ പോലും മുൻഗാമികളായ സഹാബത്തിന്റെ മുദ്ദിന്റെ അത്ര എത്തൂല. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം പറഞ്ഞു, നമ്മൾ ചെലവഴിക്കുന്ന ഉഹദ് മലയുടെ സ്വർണം, അത്രയുള്ള സ്വർണം അവരുടെ ഒരു അണുമണി തൂക്കത്തിൻ്റെ അത്ര പോലും, അല്ലെങ്കിൽ അതിൻ്റെ പകുതി പോലും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല.
പിൻഗാമികൾ, നമ്മളുടെ സാധാരണ ആളുകളുടെ അവസ്ഥ. അല്ലാഹു അക്ബർ. അപ്പം എന്തായിരിക്കും, എത്ര മഹത്വമായിരിക്കും സഹാബിമാർക്ക് ഉണ്ടാകുക. അല്ലാഹു അക്ബർ. അങ്ങനെയുള്ള സഹാബിമാരെ ചീത്ത പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കാണ്, വിലക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ സഹാബത്തിനെ ചീത്ത വിളിക്കാൻ പാടില്ല. ലമഖാമു അഹദിഹിം സഅതൻ ഖൈറും മിൻ അമലി അഹദികും 40 സന. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്ന ആരോടായിരിക്കും? താബിഈങ്ങളോടായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോടായിരിക്കും. നിങ്ങളുടെ 40 വർഷത്തെ അമല് കൂട്ടിവെച്ചാൽ പോലും സഹാബത്ത് കുറച്ച് സമയം, 1 മണിക്കൂർ നേരം നിന്ന് നിസ്കരിച്ചതിൻ്റെ അടുത്ത് പോലും എത്തുകയില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ എൻ്റെ തലമുറയാണ്, അതായത് സഹാബത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവർക്ക് ശേഷം വരുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. ധാരാളം സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മനോഹരമായ ഒരു വാക്കുണ്ട് സഹാബത്തിനെ കുറിച്ച്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അതുപോലെ ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് പോലെയുള്ള സലഫു സാലിഹ്യങ്ങൾ പറഞ്ഞത്, മൻ കാന മുസ്തന്നൻ, നിങ്ങൾ ആരെങ്കിലും ഒരു ചര്യ സ്വീകരിക്കുകയാണെങ്കിൽ, മാതൃക സ്വീകരിക്കുകയാണെങ്കിൽ, ഫല്യസ്തന്ന ബിമൻ ഖദ് മാത്, മരിച്ചുപോയ ആളുകളുടെ മാതൃക സ്വീകരിക്കാം. ആരാണ് മരിച്ചവർ? സഹാബത്താണ്. ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന, ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർ ഏത് സമയത്തും ഫിത്നയിൽപ്പെട്ട് വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുമ്പേ കടന്നുപോയ സഹാബത്തിനെ നിങ്ങൾ പിന്തുടരുക. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനൂ വല്ലാഹി, അല്ലാഹുവാണ്, അവർ ആയിരുന്നു അഫ്ദലു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ളവർ, വ അബർറുഹാ ഖുലൂബൻ, ഏറ്റവും നന്മ നിറഞ്ഞ ഹൃദയങ്ങളുടെ ഉടമകളായിരുന്നു സഹാബിമാർ, വ അഅ്മഖുഹാ ഇൽമൻ, ഏറ്റവും ആഴത്തിലുള്ള വിജ്ഞാനം അവരുടേതായിരുന്നു, വ അഖല്ലുഹാ തകല്ലുഫൻ, ഏറ്റവും കുറവ് തകല്ലുഫുള്ളവർ. തകല്ലുഫ് എന്ന് പറഞ്ഞാൽ ജാട, കാട്ടിക്കൂട്ടൽ, ഖൽബിലില്ലാതെ കാട്ടിക്കൂട്ടലുകൾ, അത് ഏറ്റവും കുറവ് അവരിലായിരുന്നു. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബതി നബിയ്യിഹി, തൻ്റെ നബിയുടെ സുഹ്ബത്തിന് വേണ്ടി, തൻ്റെ നബിയുമായി സഹവസിക്കുന്നതിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത വിഭാഗമാകുന്നു ആര്? സഹാബിമാർ. വ ഇഖാമത്തി ദീനിഹി, തൻ്റെ ദീനിനെ നിലനിർത്താൻ അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് സഹാബത്ത്. ഫഅരിഫൂ ലഹും ഫദ്ലഹും, അതുകൊണ്ട് നിങ്ങൾ സഹാബിമാരുടെ മഹത്വം മനസ്സിലാക്കണം. വത്തബിഉഹും ഫി ആഥാരിഹിം, അവരുടെ ചര്യ നിങ്ങൾ പിന്തുടരണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വദീനിഹിം, അവരുടെ സ്വഭാവവും അവരുടെ ദീനും നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾക്ക് കഴിയുന്നത്ര മുറുകെ പിടിക്കണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, കാരണം ആ സഹാബിമാർ ശരിയായ മാർഗത്തിലായിരുന്നു സഞ്ചരിച്ചത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹു തൻ്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു. വീണ്ടും അള്ളാഹു അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി, അതിലേറ്റവും നല്ല ഹൃദയങ്ങൾ സഹാബത്തിൻ്റെ ഹൃദയമാണെന്ന് കണ്ടു. റസൂലുള്ളാഹിക്ക് സഹാബിമാരാകാൻ വേണ്ടി അവരെ അള്ളാഹു തെരഞ്ഞെടുത്തു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അലി ബിൻ അബി താലിബിനെയും എല്ലാ സഹാബിമാരെയും അള്ളാഹ് തെരഞ്ഞെടുത്തതാണ്. മനസ്സിലായില്ലേ? അള്ളാഹു തെരഞ്ഞെടുത്തവരെ ആക്ഷേപിക്കാൻ നമ്മളാരാണ്? അവരുടെ തെറ്റുകൾ ചുഴിഞ്ഞന്വേഷിക്കാൻ നമ്മളാരാണ്? അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആരെങ്കിലും സഹാബത്തിൻ്റെ ചരിത്രത്തിലേക്ക് ശരിയായ അറിവോടെ ഉൾക്കാഴ്ചയോടുകൂടി നോക്കിയാൽ, അതുപോലെ സഹാബത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും മഹത്വവും ഒരാൾ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും, അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും ഖൈറായിട്ടുള്ളത് സഹാബിമാരാണ് എന്ന് ഒരു സംശയവുമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കും. ലാ കാന വലാ യകൂനു മിസ്ലഹും, മുമ്പോ ശേഷമോ സഹാബിമാരെ പോലെയുള്ള ഒരു ഖൗമ്, ഒരു വിഭാഗം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞാൽ, വഅന്നഹുമുസ് സഫ്വ,
മിൻ ഖുറൂനി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ എല്ലാ തലമുറകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട, ശുദ്ധിയാക്കപ്പെട്ട, കടഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ് ആര്? സ്ഫുടം ചെയ്തെടുക്കപ്പെട്ടവരാണ് സഹാബത്ത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ആ സഹാബത്തിൻ്റെ സ്ഥാനവും മഹത്വവും തിരിച്ചറിയുക എന്നത് രണ്ടാമത്തെ സഹാബത്തിനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. മൂന്നാമത്തെ കാര്യം, സഹാബത്തിനിടയിൽ തന്നെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അവരിൽ ഏറ്റവും ഉത്തവർ ആരാൻ, ഏറ്റവും മുകളിൽ ആരാൻ, പിന്നെ ആരാൻ, ഇത് ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഒന്നാമതാരാൻ? അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഖുലഫാ റാഷിദീങ്ങൾ, പിന്നീട് അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടവർ, പിന്നെ അഹ്ലു ബദറിൽ പങ്കെടുത്തവർ എന്നിങ്ങനെ തർത്തീബ് നമുക്ക് കാണാൻ സാധിക്കും. അത് അഹ്ലുസുന്നയുടെ ഇജ്മാ ഉള്ള കാര്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അഹ്ലുസുന്നക്ക് ഇക്കാര്യത്തിൽ രണ്ട് വാക്കില്ല. മനസ്സിലായില്ലേ? ചെറിയ ചില വ്യത്യാസങ്ങൾ, ഉഹദീങ്ങളാണോ ബദരീങ്ങളാണോ, അല്ലെങ്കിൽ പിന്നെ ആ രീതിയിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും തർത്തീബിൻ്റെ വിഷയത്തിൽ ആദ്യം ആരാണെന്നുള്ള വിഷയത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ വേറെ അഭിപ്രായ ഭിന്നതകൾ അഹ്ലുസുന്നക്ക് ഈ വിഷയത്തിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടി അബൂ ജഅഫർ അൽ ബാഖിർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, മൻ ലം യഅരിഫ് ഫദ്ല അബീ ബക്രിൻ വ ഉമറ ഫഖദ് ജഹില സുന്നഹ്. അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും റളിയല്ലാഹു അൻഹുമ അവരെ സ്ഥാനം മനസ്സിലാക്കാത്തവൻ ഫഖദ് ജഹില സുന്നഹ്, റസൂലുള്ളാഹിയുടെ ചര്യയെക്കുറിച്ച് അജ്ഞാതനാണ്. അവന് റസൂലുള്ളാഹിൻ്റെ സുന്നത്തിനെ പറ്റി അറിയില്ല. മനസ്സിലായില്ലേ? സന്മാർഗത്തെക്കുറിച്ചുള്ള വിവരം അവനില്ല. ഇമാം ശഅബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹുബ്ബു അബീ ബക്രിൻ വ ഉമറ വമഅരിഫതു ഫദ്ലിഹിമാ മിനസ് സുന്നഹ്. അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഖത്താബിനെയും സ്നേഹിക്കുക, അവരുടെ മഹത്വം മനസ്സിലാക്കുക എന്നത് സുന്നത്തിൽപ്പെട്ടതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽപ്പെട്ടതാണ് എന്നാരാ പഠിപ്പിച്ചത്? ഇമാം ശഅബി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ 4 ഖലീഫമാർ, പിന്നെ അൽ അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ബാക്കിയുള്ള 6 സഹാബിമാർ, മൊത്തം 10. പിന്നെ അഹ്ലു ബദറിൽ പങ്കെടുത്ത സഹാബത്ത്, പിന്നെ ഉഹദിൽ പങ്കെടുത്ത സഹാബിമാർ, പിന്നെ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സഹാബിമാർ. ഇത്രയും ആളുകളെ പിന്നെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു കസീർ, ഇമാം അൻ-നബവി പോലെയുള്ള ഉലമാക്കൾ അത് പഠിപ്പിച്ചു തന്നത് കാണാൻ സാധിക്കും. സമയം പിന്നെ സമയമല്ല. കുത്താറല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് 1 മണിക്ക് നിസ്കരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, സഹാബത്തിൻ്റെ സ്ഥാനം, മഹത്വം അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അതിലെ തർത്തീബും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം. അത് അഹ്ലുസുന്നയുടെ ഇജ്മാ ഉള്ള കാര്യമാണ്. ശരി, നോക്കൂ നിങ്ങൾ, സഹാബത്തിനെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ പറ്റുമോ? സഹാബത്തല്ലാത്ത താബീങ്ങളായിട്ടോ അല്ലെങ്കിൽ വേറെ വല്ല മഹാന്മാരായിട്ടോ താരതമ്യം ചെയ്യാൻ, അതിലാരാ നല്ലതെന്ന് നോക്കാൻ പറ്റുമോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തോട് പറയപ്പെട്ടു, ഹൽ യുഖാസു ബി അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദുൻ, സ്വഹാബിമാരെ വേറെ ആരെങ്കിലും കൊണ്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? ആരാണ് നല്ലതെന്ന് നോക്കാൻ പറ്റുമോ? ഇമാം അഹ്മദിൻ്റെ മറുപടി, മഅദല്ലാഹ്, അല്ലാഹുവിൽ രക്ഷ, നഊദു ബില്ലാഹ്, ഒരിക്കലും പറ്റുകയില്ല. അല്ലാഹു അക്ബർ. പിന്നെ പറയപ്പെട്ടു, ഖീല ഫമുആവിയ അഫ്ദലു മിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണോ മുആവിയ ആണോ, ആരാണ് കൂടുതൽ നല്ലതെന്ന് പറയാൻ പറ്റുമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നാസി ഖർനി, അതാണ് ഉത്തരം. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ സഹാബത്താണ്. ഒരിക്കലും അങ്ങനെ താരതമ്യം ചെയ്യാൻ ചില സലഫുകൾ ദേഷ്യപ്പെട്ട് കാണാൻ സാധിക്കും. അതായത് ഇതേ ചോദ്യം, ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണോ മുആവിയ ആണോ നല്ലതെന്ന് ചോദിച്ചപ്പോൾ രണ്ടും ഇസ്ലാമിക ലോകത്തെ ഖലീഫന്മാരാണ്, ഭരണാധികാരികളാണ്, പക്ഷെ ഒന്ന് സഹാബിയാണ്. അപ്പോൾ താരതമ്യം ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു. ഒരിക്കലും അത് പറ്റുകയില്ല
എന്നവർ പറഞ്ഞു. ശരി, അപ്പോൾ സ്വഹാബത്ത് തമ്മിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ കാര്യം, സ്വഹാബത്തിനെ കുറിച്ച് നല്ലതല്ലാതെ പറയാൻ പറ്റില്ല. സ്വഹാബത്തിനെ കുറിച്ച് മോശമായിട്ടുള്ള സംസാരങ്ങളോ അഭിപ്രായങ്ങളോ ഒരാൾ പറയാൻ പാടുള്ളതല്ല. നല്ലത് പറയാം. വസ്സനാഉ അലൈഹിം, അവരെ പുകഴ്ത്തി പറയാം, അവരുടെ മഹത്വം പറയാം. വനശ്രി മഹാസിനിഹിം, അവരുടെ നന്മകൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക. ഇതാണ് നമ്മുടെ നാലാമത്തെ സ്വഹാബത്തിനോടുള്ള ബാധ്യതയായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ പിന്നെ ഇമാം അബൂ സുർഅ അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വളരെ ഗൗരവമുള്ളൊരു വാക്ക് കാണാൻ സാധിക്കും. ഇദാ റഅയ്ത അർ-റജുല യന്തഖിസു അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുടെ സഹാബിമാരെ കുറിച്ച് ആരെങ്കിലും കുറവാക്കി പറയുന്നത് നീ കണ്ടാൽ, ഫഅലം അന്നഹു സിന്ദീഖുൻ, നീ അവനെക്കുറിച്ച് മനസ്സിലാക്കുക, അവൻ മതനിഷേധിയാണ്, അവൻ ദീനിനെ തന്നെ നിഷേധിക്കുന്നവനാണ് എന്ന് നീ മനസ്സിലാക്കുക. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുത്ത് ഹക്കാണല്ലോ, റസൂലുള്ള ഉണ്ട് എന്നുള്ളത് ഹക്കാണല്ലോ, ഖുർആൻ ഹക്കാണല്ലോ. എങ്കിൽ വഇന്നമാ അദ്ദാ ഇലൈനാ ഹാദൽ ഖുർആന വസ്സുനൻ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഖുർആനും സുന്നത്തും ഹക്കാണെന്ന് ഉറപ്പില്ലേ? ഈ ഹക്ക് ആരാണ് നിനക്ക് കൊണ്ടുവന്ന് തന്നത്? ഖുർആനും സുന്നത്തും ആരാണ് കൊണ്ടുവന്നത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്താണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരുത്തൻ സ്വഹാബിമാരെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ സ്വഹാബിമാരെ മാത്രമല്ല അവൻ എന്ത് ചെയ്യുന്നത്, തകർക്കുന്നത്. സ്വഹാബിമാർ ഈ ദീനിൻ്റെ സുരക്ഷാ കവചമാണ്, ഇതിൻ്റെ കോട്ടയാണ്. ആ കോട്ടമതിൽ തകർക്കണം അവൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പ്രവേശിച്ചിട്ട് അവൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദീനിൻ്റെ സാക്ഷികളായിട്ടുള്ള സ്വഹാബത്തിനെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ദീനുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഈ ദീനിനെ തന്നെ തകർക്കാൻ, ഖുർആനിനെയും സുന്നത്തിനെയും ബാത്തിലാക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. വൽ ജർഹു ബിഹിം ഔലാ വഹും സനാദിഖ, അവരാരാണ്? മതനിഷേധികളാണ്. അപ്പോൾ ഒരു സ്വഹാബിക്ക് കുഴപ്പമുണ്ട് എന്നൊരുത്തം പറഞ്ഞാൽ മൊത്തം സ്വഹാബിമാരെ ആക്ഷേപിക്കുന്ന പോലെ തന്നെ അല്ലേ? സ്വഹാബത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്താൽ അതിൻ്റെ അർത്ഥം ഖുർആനും സുന്നത്തിനും വിശ്വാസ്യത ഇല്ല എന്നാണ്. കാരണം അവർ പറഞ്ഞതല്ല നമ്മൾ എടുക്കുന്നത്. ഇപ്പം ഹദീസിൻ്റെ ഇസ്നാദ് സനദ് എടുത്താൽ താബിഈൻ്റെ പേര്, തബഅത്ബാഇൻ്റെ പേര്, മുഹദ്ദിസിൻ്റെ പേരൊക്കെ സനദിലുണ്ട്. ലാസ്റ്റ് ഖാല സ്വഹാബി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു താബിഈ പിന്നെ പേര് പറയാതെ ഉദ്ധരിച്ചാൽ, സ്വഹാബിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല? പറ്റും. പേരില്ലെങ്കിലും സ്വഹാബിയാണെന്ന് ഉറപ്പായാൽ സത്യസന്ധമാണ്, വിശ്വസിക്കാൻ പറ്റും. അതല്ലാത്ത ആളുകളുടെ വിഷയത്തിൽ അങ്ങനെയല്ല, അല്ലേ? അല്ലാഹു അക്ബർ. അപ്പം അത്രയും സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അത്ര പോലും ആക്ഷേപാർഹരല്ല സ്വഹാബത്ത്. ശരി, സ്വഹാബത്തിനെ കുറിച്ച് നല്ലത് പറയാം. ഇമാം അബൂദാവൂദിൻ്റെ മകൻ ഇബ്ൻ അബി ദാവൂദ് റഹ്മഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഹായിയ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? വഖുൽ ഖൈറ ഖൗലിൻ ഫി സ്വഹാബത്തി കുല്ലിഹിം, അഹ്ലുസുന്നയുടെ അഖീദാൻ. എല്ലാ സ്വഹാബിമാരെ കുറിച്ചും നല്ലതല്ലാതെ നമ്മൾ പറയാൻ പാടില്ല. വലാ തഖ്തഅാനൻ തുഈബു വതജ്റഹു, സ്വഹാബത്തിനെ കുറിച്ച് ജർഹ് പറയാൻ, അവരെ കുഴപ്പം പറയാൻ, അവരെ ആക്ഷേപിക്കാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം, സ്വഹാബത്തിനെ മൊത്തത്തിൽ എല്ലാ സ്വഹാബിമാരും സ്വർഗത്തിലാണ് എന്ന് വിശ്വസിക്കുക. മൊത്തത്തിൽ എല്ലാ സ്വഹാബിമാരും സ്വർഗത്തിലാണ് എന്ന് വിശ്വസിക്കാം. വശുഹൂദു തഈനൻ ലിമൻ ഉയ്യിന ഫിൽ കിതാബി വസുന്ന, ഖുർആനിലും സുന്നത്തിലും ചില സ്വഹാബിമാരെ കുറിച്ച് പേരെടുത്ത് സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെ കുറിച്ച് അങ്ങനെ തന്നെ വിശ്വസിക്കാം. ഇപ്പൊ അബൂബക്കറുൻ ഫിൽ ജന്ന, ഉമറുൻ ഫിൽ ജന്ന, അശറത്തുൽ മുബശ്ശിരീൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അതുപോലെ സഈദ് ബിൻ സെയ്ദ്, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, സുബൈർ ബിൻ അൽ അവ്വാം തുടങ്ങിയ 10 സ്വഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞു സ്വർഗത്തിലാണ്. അതുപോലെ ഉക്കാശ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സബഖ ഉക്കാശ എന്ന് പറഞ്ഞല്ലോ, വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ പോകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞു. ഇങ്ങനെ പേരെടുത്ത് അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹും, അവരൊക്കെ സ്വർഗത്തിലാണ് എന്ന് അവരുടെ പേരെടുത്തിട്ട് നമുക്ക് പറയാം, അങ്ങനെ ഉറപ്പിക്കാം. മൊത്തത്തിൽ എല്ലാ സ്വഹാബിമാരും സ്വർഗത്തിലാണ് എന്ന് വിശ്വസിക്കുക, അത് നമ്മുടെ ബാധ്യതയാണ്. ഇതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, സ്വഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തർദിയത്ത് പറയാം, റളിയല്ലാഹു അൻഹു എന്ന് പറയാം. അബ്ദുല്ലാഹി ബിൻ മുബാറക്
റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വലാ അസാലു ലഹും മുസ്തഗ്ഫിറൻ അബദാ, എല്ലായ്പ്പോഴും ഞാൻ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുന്നവനാണ്. കമാ ഉമിർതു ബിഹി സിർറൻ വ ഇഅ്ലാന, രഹസ്യമായും പരസ്യമായും സ്വഹാബത്തിന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുന്നവനാണ് ഞാൻ എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഏഴാമത്തെ കാര്യം, സ്വഹാബത്തിന് എന്തെങ്കിലും തെറ്റുകളോ അബദ്ധങ്ങളോ ഒക്കെ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പരത്താതിരിക്കുക, മൗനം പാലിക്കുക. അതുപോലെ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ധ്വനി ഉണ്ടാക്കുന്ന സംസാരങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയാം. കാരണം അങ്ങനെയുള്ള സംസാരങ്ങളും ചർച്ചകളുമൊക്കെ നമ്മുടെ കൽബിൽ സ്വഹാബത്തിനെ കുറിച്ചുള്ള സ്ഥാനം കുറച്ചു കളയുന്നതാണ്. അതിനെ തൊട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം എട്ടാമത്തെ കാര്യം, സ്വഹാബത്തിന് ഇടയിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ അതിൽ ചികഞ്ഞന്വേഷിച്ച് പിന്നെ നടക്കാതിരിക്കുക. മനസ്സിലായില്ലേ? അതിൽ എന്നിട്ട് ഏതെങ്കിലും സ്വഹാബിൻ്റെ പക്ഷം ചേർന്ന് ബാക്കി സ്വഹാബിമാരെ ആക്ഷേപിക്കുക, ഇത് അഹ്ലു സുന്നക്ക് പാടില്ലാത്ത കാര്യമാണ്. പണ്ഡിതന്മാർ ഉലമാക്കൾ പറഞ്ഞു, വമാ ജറാ ബൈന സ്വഹാബി നസ്കുതു അൻഹു, സ്വഹാബത്തിനിടയിൽ ഉണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ മൗനം പാലിക്കേണ്ടതാണ്. വ അജ്റൽ ഇജ്തിഹാദി നുസ്ബിതു, അവർക്ക് ഈ ഇജ്തിഹാദിൻ്റെ പ്രതിഫലം നമ്മൾ സ്ഥാപിക്കുകയും ചെയ്യും എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദുഖിറ അസ്ഹാബി ഫഅംസികു, എൻ്റെ സഹാബത്തിനെ കുറിച്ച് മോശമായ തരത്തിലുള്ള വല്ലതും നിങ്ങൾക്ക് കേട്ടാൽ ഫഅംസികു, നിങ്ങൾ മൗനം പാലിക്കണം, നിങ്ങൾ അടങ്ങിയിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാൻ സാധിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് സ്വഹാബത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഭിന്നതകളെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിൽക ദിമാഉൻ തഹറല്ലാഹു യദിയ മിൻഹ, അത് ചില രക്തങ്ങളാണ്, അവർക്കിടയിൽ ഉണ്ടായ രക്തച്ചൊരിച്ചിൽ, അതിൽ നിന്ന് എൻ്റെ കൈയെ അള്ളാഹു ശുദ്ധീകരിച്ചിട്ടുണ്ട്, ഞാനതിൽ പോയി പെട്ടിട്ടില്ല. ഫലാ ഉഹിബ്ബു അൻ അഖ്ദുബ ലിസാനി ഫീഹാ, ഇനി എൻ്റെ നാവിനെ ആ രക്തം കൊണ്ട് പിന്നെ എൻ്റെ നാവിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് അത്തരം വിഷയങ്ങളിൽ പിന്നെ ഇഴകീറി സംസാരിക്കുന്നത് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പഠിപ്പിച്ച മൗഖിഫ്, നിലപാട് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് ആവശ്യവുമാണ് ഫിത്നയുടെ കാലത്ത്. അല്ലാതെ അതിലിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് പിന്നെ രാഷ്ട്രീയം പറഞ്ഞ് സമയം കളയുക, അതിലെ സ്വഹാബത്തിൻ്റെ സ്ഥാനം കുറക്കുന്ന രീതിയിൽ ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് ബിദഅകളുടെ സ്വഭാവമാണ്, സുന്നികളുടെ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തരം ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അത്തരം പിന്നെ ആളുകളെ അൺഫ്രണ്ട് ചെയ്യുക, അത്തരം സംസാരങ്ങൾ കേൾക്കാതിരിക്കുക. അൽ ഹഖ്ഖു താസിഅ, ഒമ്പതാമത്തെ കാര്യം, സ്വഹാബത്തിനോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവരോട് നമുക്കും ദേഷ്യമുണ്ടാകണം. അത്തരം ആളുകളുടെ കുതന്ത്രങ്ങളെ തടുക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ. ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, വനുബ്ഗിദു മൻ യുബ്ഗിദുഹും വബിഗൈരിൽ ഖൈരി യദ്കുറുഹും, നേരത്തെ വായിച്ചത്, സ്വഹാബിമാരെ വെറുക്കുന്നവരോട് നമുക്കും വെറുപ്പാണ്. അവരെക്കുറിച്ച് ഖൈറല്ലാത്ത സംസാരം സംസാരിക്കുന്നവരോട് നമുക്കിഷ്ടമില്ല, സ്നേഹമില്ല, വെറുപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔസഖു ഉറൽ ഈമാനി അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്നതാണ് ഈമാനിൻ്റെ ഏറ്റവും ഉറപ്പുള്ള കയർ. അപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കേണ്ട ഒന്നാമത്തെ ആളുകൾ ആരാണ്? സ്വഹാബത്താണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വെറുക്കുക എന്നുള്ളത് ഈമാനിൻ്റെ കയറാണ്. അപ്പോൾ സ്വഹാബത്തിനെ വെറുക്കുന്നവരോട് നമുക്ക് വെറുപ്പുണ്ടാവുക എന്നത് ഈമാനിൻ്റെ അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഈ കാര്യങ്ങൾ, ഈ കടമകൾ, ബാധ്യതകൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കാം. അവസാനത്തെ കാര്യം, പത്താമത്തെ കാര്യം, അൽ ഇഖ്തിദാഉ ബിഹിം വൽ ഇഹ്തിദാഉ ബിഹദീഹിം, സ്വഹാബത്തിനെ മാതൃകയായി സ്വീകരിക്കുക, അവരുടെ ചര്യകൾ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ മസ്അലകളിലും ഓരോ വിഷയത്തിലും സ്വഹാബത്ത് എന്ത് നിലപാടെടുത്തു എന്ന് നോക്കുന്നത് അഹ്ലുസുന്നയുടെ രീതിയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫർദ ലിനഫ്സിക ബിമാ റദൂ ബിഹി ലിഅൻഫുസിഹിം, സ്വഹാബത്ത് അവരുടെ കാര്യത്തിൽ തൃപ്തിപ്പെട്ട അത് തന്നെ നീ എന്ത് ചെയ്യുക, തൃപ്തിപ്പെടുക. ദീനിൻ്റെ കാര്യങ്ങളിൽ സ്വഹാബത്ത് ഏതൊരു കാര്യമാണോ സ്വീകരിച്ചത്
അതന്നെ നീ സ്വീകരിക്കുക. فإنهم عن علم وقفوا وببصر نافذ كفوا. അവർ ഏതെങ്കിലും ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അല്ല. ഫബി ഇൽമിൻ, കൃത്യമായ ഇൽമിൻ്റെയും ബസീറത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സ്വഹാബത്ത് നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സ്വഹാബത്തിനോടൊപ്പം സഞ്ചരിക്കുക, അവരുടെ കൂടെ നിൽക്കുക എന്നതാണ് അഹ്ലുസുന്നയുടെ അഖീദ, മൻഹജ് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യണം. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വഹാബത്തിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന, അവരുടെ ഹക്കിനെ കുറക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ, അത് എത്ര വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞു വന്നാലും, എത്ര വലിയ ഗവേഷകനാണെന്ന് പറഞ്ഞു വന്നാലും, എത്ര വലിയ ചരിത്ര നിരീക്ഷകനും ബുദ്ധിജീവിയും എന്ന് പറഞ്ഞു വന്നാലും, അഹ്ലുസുന്നയുടെ ശൈലി സുന്നികൾ ചെയ്യേണ്ടത് അൽ ഇറാദു അൻഹും, അവരിൽ നിന്ന് തിരിഞ്ഞു കളയാന്നുള്ളതാണ്. അവരിലേക്ക് ചെവി കൊടുക്കരുത്. അവർ ബിദ്അത്തിന്റെ ദീനിനെ പൊളിക്കാൻ വരുന്ന കക്ഷികളാണ്. കാരണം സഹാബത്ത് ഈ ദീനിന്റെ കോട്ടമതിലാണ്. അതിനെ സംരക്ഷിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും, ഓരോ സുന്നിയുടെയും, ഓരോ സലഫിയുടെയും ബാധ്യതയാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ളുഹറിന് ശേഷം ഭക്ഷണം കഴിച്ച്